പി.വി. അൻവർ ലീഗ് നേതൃത്വവുമായുള്ള സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പാണക്കാട്ട് നേരെ പോയത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അവിടെ ദൃശ്യങ്ങൾ. പി.കെ. കുഞ്ഞാലിക്കുട്ടി പി.വി. അൻവറിനെ സ്വീകരിച്ചു. ചർച്ചകൾക്കായി ഇരുവരും ഉള്ളിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇംതിയാസ്, സാദിഖ് അലി തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത്. കുറച്ചുകൂടി വ്യക്തത വരുമോ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണത്തിൽ? മധു സജി, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ച എന്ന് തന്നെ വേണം പറയാൻ. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലെത്തി സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തി. അദ്ദേഹം പറഞ്ഞത് ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തി അതിനുള്ള പിന്തുണ നൽകുമെന്നെല്ലാം അദ്ദേഹം അറിയിച്ചു. വേറെ രാഷ്ട്രീയപരമായ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. താൻ UDF-ലേക്ക് പോകുന്നത്, ലീഗുമായി സഹകരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ, അങ്ങനെ ഒരു ചർച്ച അനുകൂലമായി വന്നാൽ അതുമായി സഹകരിക്കാമെന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. സാദിഖ് അലി തങ്ങളുടെ വസതിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പി.കെ. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ വീടിന്റെ മുൻവശത്ത് വെച്ച് തന്നെ സ്വീകരിച്ചു. ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി അവിടെ വെച്ച് ചർച്ച നടക്കുകയും ചെയ്യും. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ച എന്ന് വേണം തന്നെ പറയാൻ. കാരണം അദ്ദേഹം ഉന്നയിച്ച മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം UDF-നെ ഏൽപ്പിച്ച് UDF ഇതിലെല്ലാം ഒരു മുൻകൈ എടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു നീക്കുപോക്കുകൾ നടത്തണം എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. സാദിഖ് അലി തങ്ങളുടെ വസതിയിലും അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം കാണുന്നതും ആ തരത്തിൽ തന്നെയാണ്. വേണ്ടി വന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ KC വേണുഗോപാലുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടൊക്കെ അവരെയൊക്കെ കണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ധരിപ്പിക്കും, അവരോടെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന രീതിയിലും അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ എന്തായാലും ആ തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലാണ് ഇപ്പോൾ പി.വി. അൻവറും ഉള്ളത്. UDF-ന്റെ ജില്ലാ നേതാക്കളും ഇവിടെയുണ്ട്. മധു സച്ചി, പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു പി.വി. അൻവർ. ഇപ്പോൾ മലപ്പുറത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യമാണ് കഷ്ടം. ഒന്നാമത് മലപ്പുറത്ത് ആകെ 3 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. നിലമ്പൂർ ദീർഘകാലം ആര്യാടനായിരുന്നു. അതിനുശേഷം VV പ്രകാശിന് ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ദുഃഖകരമായ നിര്യാണം പിന്നീട് സംഭവിച്ചു. DCC അധ്യക്ഷൻ VS ജോയി ആ മണ്ഡലം നോക്കുന്നുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണയും ആ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആഗ്രഹക്കാരനായിരുന്നു. ഇപ്പോൾ UDF-ലേക്ക് അൻവർ വന്നാൽ സ്വാഭാവികമായും അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യം കഷ്ടമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കടത്തിയുള്ള ചിന്തയാണ്. അതെ.